മുനമ്പം വഖഫ് ഭൂമിയെ സംബന്ധിച്ച മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യ 2 വീഡിയോകളിൽ അതിൻ്റെ ചരിത്രവും വർത്തമാനവും കോടതി വ്യവഹാരങ്ങളെ സംബന്ധിച്ച് വഖഫ് സംരക്ഷണ വേദിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ ലുഖ്മാൻ മൂസ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. വീണ്ടും അദ്ദേഹം എന്നോടൊപ്പമുണ്ട്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുനമ്പത്തെ വഖഫ് ഭൂമിയെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാരവേല തുറന്നു കാട്ടുകാരാണ്. സ്വാഗതം. വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹം മാത്രമല്ല നിരവധി ആളുകൾ ഈ മുനമ്പത്തെ വഖഫ് ഭൂമിയെ സംബന്ധിച്ച് പലവിധ നുണപ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ജയശങ്കറിൻ്റെ കാര്യം നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയാണ്. ജയശങ്കർ SNDP യോഗത്തിൻ്റെ മുഖപത്രമായ യോഗനാഥത്തിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി. 2024 നവംബർ 16, 30 ആ ലക്കം യോഗനാഥത്തിലാണ് എഴുതിയത്. അദ്ദേഹം അതിൽ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2-3 വാദങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നറിയാൻ വേണ്ടിയാണ്. കാരണം ഒരുപാട് ആളുകളെ ഈ വാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ പോലെയുള്ള പല ആളുകൾ നടത്തുന്ന ഈ വാദങ്ങളാണ് ശരി എന്ന് വിശ്വസിക്കുന്ന നിരവധി സുഹൃത്തുക്കൾ ഉണ്ട്. കാരണം നമ്മുടെ 2 വീഡിയോ കണ്ടതിന് ശേഷം സമാനമായ സംശയങ്ങൾ, ചോദ്യങ്ങൾ വ്യക്തിപരമായും നമ്മുടെ വീഡിയോക്ക് താഴെയുമായി നിരവധി ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംശയം സമൂഹത്തിൽ പ്രബലമായിട്ട് നിലനിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. അദ്ദേഹം പ്രധാനമായും പറയുന്ന വാദങ്ങൾ: 1, മുനമ്പത്തിൻ്റെ 404 ഏക്കർ സ്ഥലം പാട്ടത്തിന് കൊടുത്തത് പാട്ട വ്യവസ്ഥകൾ ലംഘിച്ചാണ്. സത്താർ സേട്ടുവിൻ്റെ അനന്തരാവകാശി എന്ന് കരുതപ്പെടുന്ന സിദ്ദിഖ് സേട്ടു കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ആധാരം ചെയ്തു കൊടുക്കുകയായിരുന്നു. അപ്പോൾ തന്നെ പാട്ട വ്യവസ്ഥ ലംഘിച്ചു. വഖഫായോ ഇഷ്ടദാനമായോ കൊടുക്കാൻ പാടില്ലാത്ത സ്ഥലമാണിത്. കാരണം ഉടമസ്ഥന് പാട്ടമേ ഉള്ളൂ. ഉടമസ്ഥൻ കൈവശാവകാശക്കാരൻ മാത്രമാണ്. പാട്ട വ്യവസ്ഥ ലംഘിച്ചതോടെ മുനമ്പത്തെ ഭൂമി സർക്കാരിൻ്റെതായി മാറിയെന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി? ചില ആളുകൾ കാര്യങ്ങൾ പറഞ്ഞാൽ, നിയമപരമായും അല്ലാതെയും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയും അത് തിരുത്തുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരെ ബഹുമാന്യ ജയശങ്കറിൻ്റെ വീട്ടിൽ പോവുകയും ഈ വിഷയം സംസാരിക്കുകയും ചെയ്ത ഒരാളാണ്. ദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ദിവസം ഞാൻ വിളിച്ചു ഫോൺ ചെയ്തു. അദ്ദേഹം വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഈ വിഷയം സംസാരിച്ചു. ഇതിൻ്റെ സത്യസന്ധമായ വിവരങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞ വിവരങ്ങളല്ല മീഡിയയിൽ വന്ന് പറയുന്നത്. ലേഖനമായി എഴുതുന്നതും മീഡിയയിൽ വന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞത് പഴയ PSPക്കാരുടെ കഥയും മറ്റേ വനവും വനം പ്രദേശങ്ങളും എല്ലാം ക്രിസ്ത്യാനികൾ കയ്യേറി വലിയ തെങ്ങ് ട്രെയിലറിൽ കൊണ്ടുപോയി വെച്ച കഥയും ഈ കഥയൊക്കെ ഞങ്ങൾ തമ്മിലിരുന്ന് സംസാരിച്ച് പോകുന്നതാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരുപാട് നിരവധി വീഡിയോകൾ അദ്ദേഹത്തിന് ഞാൻ ഈ വിഷയങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം താല്പര്യത്തിൻ്റെ പുറത്താണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിയമപരമായി അറിവില്ലാഞ്ഞിട്ടാണോ ഇതൊന്നും എനിക്ക് അറിയില്ല. ഞങ്ങളുടെ ഖുർആനിൽ പറയുന്നൊരു വേടുണ്ട്, യഹൂദരെ ഉദ്ദേശിച്ചാണ് ആ വേട് പറയുന്നത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥത്തിൽ എന്താണെന്ന് കഴുതക്കറിയില്ല എന്ന് പറയും പോലെ നിയമപുസ്തകം ചുമക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. സത്താർ സേട്ടു ഇത് പാട്ടത്തിനെടുത്ത ഭൂമി തന്നെയാണ്. സത്താർ സേട്ടു പാട്ടത്തിനെടുക്കുകയും 1944 അദ്ദേഹത്തിന് 2553 നമ്പർ പട്ടയം രാജകൽപ്പന പ്രകാരം പറവൂർ തഹസിൽദാർ അനുവദിക്കുകയും അതിനുശേഷം പാട്ടഭൂമി എന്തായി പട്ടയഭൂമിയായി മാറി. പട്ടയഭൂമിയായി മാറുകയും അദ്ദേഹം തണ്ടപ്പേര് പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ ജന്മം അദ്ദേഹത്തിൻ്റെ പേരിലാക്കുകയും കരം ഒടുക്കുകയും ചെയ്തു. അതെ, നമ്മളത് കഴിഞ്ഞ വിഷയം പറയാം. അത് ചുരുച്ച് ബ്രീഫ് കേൾക്കാത്ത ആളുകളിൽ മനസ്സിലാക്കാം. അങ്ങനെ സത്താർ സേട്ടുവിന് എൻ്റെ അറിവ് ശരി 7 മക്കളായിരുന്നു. ഒരാണും 6 പെണ്ണും. അന്ന് പറഞ്ഞത് അതിൽ അബ്ദുൽ കരീം സേട്ട് എന്നൊരു ഒരാണാണ് ഉണ്ടായത്. അദ്ദേഹം സത്താർ സേട്ട് ജീവിച്ചിരിക്കെ തന്നെ മരണപ്പെടുകയും അദ്ദേഹത്തിന് ഈ അബ്ദുൽ കരീം സേട്ടിന് ഒരാണും 4 പെണ്ണും അങ്ങനെ കൈമാറി. അതായത് അബ്ദുൽ കരീം സേട്ട് ഈ സത്താർ സേട്ടിന് അബ്ദുൽ കരീം സേട്ടിലേക്ക് വന്നു. അബ്ദുൽ കരീം സേട്ടിൽ മൂസ അബ്ദുൽ കരീം സേട്ടിലേക്ക് വന്നു. മൂസ അബ്ദുൽ കരീം സേട്ടിൻ്റെ മരണശേഷം മൂസ അബ്ദുൽ കരീം സേട്ടിന് ഒരു മകളുണ്ടായതുകൊണ്ട് പകുതി സ്വത്തുകൾ മൂസ അബ്ദുൽ കരീം സേട്ടിൻ്റെ സഹോദരിമാരിലേക്ക് വരികയും
അതിൽ ഇപ്പറയുന്ന മുനമ്പത്ത് 439 ഏക്കർ 62 സെന്റ് സ്ഥലം ജിംബുബായി എന്ന മൂസ അബ്ദുൽ കരീം സേട്ടിൻ്റെ സഹോദരിക്ക് വരികയും അവരിൽ നിന്ന് സിദ്ദീഖ് സേട്ടും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശമൊന്നുമല്ല, അനന്തരാവകാശിയല്ല, പിന്തുടർച്ചാവകാശിയുമല്ല, അനന്തരാവകാശിയുമല്ല. ഇവർ സേട്ടു കുടുംബമാണ് എന്നുള്ള ഇതോളൂ, അനന്തരാവകാശിയല്ല. ഈ സിദ്ദീഖ് സേട്ടിൻ്റെ മകൻ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്, ഞാനുമായി തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുമാണ്. അങ്ങനെ അദ്ദേഹം വില കൊടുത്ത് വാങ്ങുകയും ചെയ്ത ഭൂമിയാണിത്. ജിംബുബായിൽ നിന്ന് സിദ്ദീഖ് സേട്ട് അന്നത്തെ മറ്റേ അത് കരാർ എഴുതിയത് ജിംബുബായിയുടെ ഭർത്താവുമായി കരാർ എഴുതി 500 ബ്രിട്ടീഷ് റുപ്പിക അഡ്വാൻസ് കൊടുക്കുകയും പിന്നെ ബാക്കിയുള്ള തുക നൽകി അദ്ദേഹം ഇത് 875 നമ്പർ ആധാരമായിട്ട് അദ്ദേഹം 1947 875 നമ്പർ ആധാരപ്രകാരം അദ്ദേഹത്തിന് കിട്ടിയത്. അത് നമ്മൾ ഈ ആധാരത്തിൽ പറയുന്നുണ്ട് 1123 അത് വരുന്നത് അദ്ദേഹം മറ്റേ വില കൊടുത്ത് വാങ്ങിയതാണ്. അപ്പൊ 1948 അപ്പൊ 48 സിദ്ദീഖ് സേട്ടു ജിംബുബായിൽ നിന്ന് ഇത് വില കൊടുത്ത് വാങ്ങി. ജിംബുബായിക്ക് സത്താർ സേട്ടിന്റെ അനന്തരാവകാശം എന്ന രീതിയിൽ കിട്ടിയതാണ് അല്ലേ? സത്താർ സേട്ടിന്റെ അനന്തരാവകാശിയിൽ നിന്ന് വന്ന അനന്തരാവകാശത്തിന്റെ ഒരു അവകാശം. കാരണം സത്താർ സേട്ടിന് 1944 പട്ടയം കിട്ടിയത്, 2553 നമ്പർ പട്ടയം. അതെ. അപ്പോൾ ഈ പാട്ട വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അപ്പോൾ പാട്ടഭൂമിയാണെന്നുള്ളത് നുണയാണ്. വാസ്തവത്തിൽ പട്ടയഭൂമിയാണ്. ആദ്യമായിരുന്നു എന്നുള്ളതും ആദ്യം പാട്ടഭൂമിയായിരുന്നു, പിന്നീട് അത് പട്ടയഭൂമിയായി. അതിനുശേഷം അത് കൈമാറ്റം ചെയ്യപ്പെട്ടു. സിദ്ദീഖ് സേട്ട് അത് വില കൊടുത്ത് വാങ്ങി. ഇതല്ലേ സംഗതി? അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ആരോപണം വസ്തുതാപരമല്ല, പച്ചക്കള്ളമാണ് എന്നുള്ളത് തെളിയുന്നു. രണ്ടാമത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം രജിസ്റ്റേർഡ് രേഖയിൽ വഖഫ് എന്ന് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ദാനാധാരമായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദാനാധാരം എന്ന് പറഞ്ഞില്ലെങ്കിൽ വലിയ തുക സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. അതിൽ തന്നെ വെട്ടിപ്പിന്റെ ഒരു ഘടകമുണ്ട്. രണ്ടാമത്തെ ആരോപണം. ഇതാണ് ആധാരത്തിന്റെ കോപ്പി. ഈ കോപ്പിയിൽ എവിടെയെങ്കിലും ദാനാധാരം എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന പണി ഞാൻ ചെയ്യാം. ഇതിൽ വഖഫ് എന്നാണ് ചോദിക്കും. ഇനി അതിൻ്റെ ആധാരത്തിൻ്റെ നേരത്തെ പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ്. കാരണം അന്ന് ഈ ആധാരത്തിനിട്ടിരിക്കുന്ന ഫീസുണ്ട്, രജിസ്ട്രേഷൻ ഫീസ് 1,00,000 രൂപ വിലയിട്ട. ഇന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു ദാനാധാരമോ ധനനിശ്ചയാധാരമോ ചെയ്യുമ്പോൾ അതിൻ്റെ വസ്തുവിൻ്റെ വിലയിടും. ഒരു വില ഇത്ര രൂപ മൂല്യം, കാരണം അത് സ്റ്റാമ്പ് പേപ്പറും സാധനമുണ്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. ഈ വസ്തുവിന് 1000 രൂപ എന്തിട്ടിട്ടുണ്ട്? മുദ്ര പേപ്പർ ഇട്ടുണ്ട്, സ്റ്റാമ്പ് പേപ്പർ ഇട്ടുണ്ട്. 1000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ. 1,00,000 രൂപ വിലയുള്ള വസ്തു ഫ്രീ ആയിട്ടുള്ള കാശിനല്ല. അപ്പോൾ ഈ വസ്തുവിന് 1,00,000 രൂപ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ആധാരത്തിൽ പ്രമാണത്തിൽ കാണിച്ചപ്പോൾ ആ 1,00,000 രൂപയുടെ 1% 1000 രൂപ. ഈ 1000 രൂപയുടെ 2.5% രജിസ്ട്രേഷൻ ഫീസ് 400 രൂപ. 400 രൂപയ്ക്ക് ശേഷം 2 രൂപ വെച്ച്, അപ്പം 1402 രൂപ ഈ ആധാരപ്രകാരം സർക്കാരിലേക്ക് വസൂൽ ചെയ്തേക്കണം. ദാനാധാരമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2+1 ആണെന്ന് അതിൻ്റെ നടന്നത്. അതായത് 2000 രൂപയുടെ പേപ്പർ വേണം അതിന്. 2000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വേണം. 2000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വേണം. ആ സ്റ്റാമ്പ് പേപ്പറിൻ്റെ 1% രജിസ്ട്രേഷൻ ഫീസും വേണം. അപ്പൊ ഇയാള് ഈ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം അതായത് വഖഫാക്കി രജിസ്റ്റർ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ലാഭം. ഇനി അത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ദാനാധാരത്തിൽ ധനനിശ്ചയാധാരത്തിലും എന്ത് വരുത്തിയിട്ടില്ല സർക്കാർ ഇത് വരുത്തിയിട്ടില്ല. കാരണം ഇതിലെ രജിസ്ട്രേഷൻ ഫീസിലോ സ്റ്റാമ്പിലോ ഇത് വരുത്തിയിട്ടില്ല. മറിച്ച് തീരാധാരമാണെങ്കിൽ 8+2 കൊടുക്കണം. ഇന്നത്തെ ഇതാണ് പറയുന്നത്. ഇന്ന് തീരാധാരമാണെങ്കിൽ 2% മറ്റേ രജിസ്ട്രേഷൻ ഫീസ്. ദാനാധാരോ ധനനിശ്ചയാധാരമാണെങ്കിൽ 2% സ്റ്റാമ്പ് പേപ്പർ, 1% ഇത് കൊടുക്കണം. ഈ വഖഫാധാരമാണെങ്കിൽ അന്നത്തെ വഖഫിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് വഖഫാധാരമാണെങ്കിൽ 4% സ്റ്റാമ്പ് പേപ്പറും 2% അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസും കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ കണക്ക് വെച്ചാണ് ഇയാൾ പറയുന്നത്.
അല്ല ഇന്നത്തെ കണക്കിലും ഇത് വരില്ല. കാരണം ധാനാധാരത്തിൽ വ്യത്യാസം വന്ന ധാനാധാരം അന്നും ഇന്നും ഒരേ ഇതിൽ തന്നെയാണ് കിടക്കുന്നത്. അല്ല ഇന്നിപ്പോ വഖഫ് ആണെങ്കിൽ പൈസ കൂടുതലല്ലേ? ഇന്ന് വഖഫാണെങ്കിൽ പൈസ അല്ല അത് വെച്ചാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്നതായിരിക്കും. അതായത് പഴയ വ്യവസ്ഥ ഇയാൾക്ക് അറിയില്ല, ഇപ്പോഴത്തെ വ്യവസ്ഥ വെച്ചാണ് ഈ പറയുന്നത്. ഇപ്പോഴത്തെ വ്യവസ്ഥ വെച്ചാണെങ്കിൽ ഈ വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നത് കൂടുതൽ പൈസ വരും, ദാനാധാരമാണെങ്കിൽ പൈസ കുറവായിരിക്കും. പക്ഷെ അന്നത്തെ അവസ്ഥയിൽ അന്ന് 1% വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതാണ് പൈസ കുറവ്. ഇനി വഖഫല്ല, ഒരു ആധാരത്തിന് വഖഫ് എന്ന് പറയേണ്ടത് ആരാ പറയേണ്ടത്? വഖഫ് എന്ന് പറയേണ്ടത് ഒന്നുകിൽ സബ് രജിസ്ട്രാറാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ജില്ലാ രജിസ്ട്രാർ പറയണം, അതുമല്ലെങ്കിൽ രജിസ്ട്രാർ പറയണം. ഇത് നമ്മുടെ കയ്യിൽ ആ സാധനം ചോദ്യവും അതിൻ്റെ ഉത്തരവും ഇത് ഇന്ന പുസ്തകത്തിൽ ഇന്ന ഇതിൽ വഖഫ് ആധാരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇരിക്കുന്ന സാധനമുണ്ട്. അതെ, അല്ല ആധാരത്തിൽ പല സ്ഥലങ്ങളിലുമായിട്ട് വഖഫ് എന്ന് ആവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദാനം എന്ന് ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ട്, ദാനം എന്നുണ്ടാക്കിയത് ഇവർക്ക് ഫറൂഖ് കോളേജിന് ഇത് വിറ്റ് ചാപ്പാട് കഴിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിക്കൊണ്ടുന്ന ഒരു കള്ളക്കഥയാണ്, ഒരു തിയറിയാണ്. ഓക്കെ ഓക്കെ. മൂന്നാമത് ആരോപണം പറയാം. മൂന്നാമത് അയാൾ പറയുന്നത് വഖഫായാണ് ഇത് കൊടുത്തതെങ്കിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യം ഉണ്ടാകില്ല, എന്നാൽ പൂർണ്ണമായ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടെയാണ് വസ്തു ഫാറൂഖ് കോളേജിന് കൊടുത്തിട്ടുള്ളത്. ഇതാണ് അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ ആരോപണം. അതിന് വഖഫ് ബോർഡിൻ്റെ തന്നെ മറുപടി കൊടുക്കാം. നമ്മളായിട്ട് അതിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. അവരെഴുതി ഇത് ചെയ്തേക്കണം മറുപടി ഉണ്ട്. ഈ പറയുന്ന കണ്ടീഷനാണ് ഇവർ പറയുന്നതിന്റെ കണ്ടീഷൻ. ക്രയവിക്രയ സ്വാതന്ത്ര്യം പാടില്ല, അത് കണ്ടീഷൻ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഇവരുടെ ഈ സാധനം വായിച്ചാൽ തന്നെ പ്രേക്ഷകർക്ക് ഒരു വിഷയങ്ങൾ ഇത് കിട്ടും. വഖഫ് നിയമപ്രകാരം വഖഫ് സ്വത്ത് വിൽപ്പന നടത്താൻ മുത്തവല്ലിക്കോ മറ്റു വ്യക്തികൾക്കോ വഖഫ് അവകാശങ്ങൾ നൽകാൻ പാടില്ലാത്തതാണ്. എന്നാൽ 2115 15-ാം നമ്പർ 1950 50-ാം നമ്പർ ആധാരപ്രകാരം ഫറൂഖ് കോളേജ് മാനേജ് കമ്മിറ്റിക്ക് ഭൂമിയിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ചോദ്യത്തിനുള്ള മറുപടി വഖഫ് ബോർഡിലെ CEO എന്ന സർക്കാരിലേക്ക് കൊടുത്തേക്കുന്ന മറുപടിയാണ്. വഖഫ് സ്വത്തുക്കൾ വഖഫിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി വിൽപ്പന നടത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ വഖഫിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ന്യായമായ കാരണങ്ങളാൽ മുത്തവല്ലിമാർ വഖഫ് സ്വത്തുക്കൾ വിൽപ്പന നടത്തുന്നത് 2013 മുമ്പ് നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ അനുവദിച്ചിരുന്നു. 1964 രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമങ്ങളിൽ വഖഫിൻ്റെ ഗുണഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മുത്തവല്ലിമാർ വഖഫ് സ്വത്തുക്കൾ വിൽപ്പന നടത്തുന്നത് സംബന്ധിച്ച് വ്യക്തമായ വ്യവസ്ഥകൾ നിലവിലില്ലായിരുന്നു. എന്നാൽ 1954 വഖഫ് നിയമത്തിൽ 1964 കൊണ്ടുവന്ന ഭേദഗതിയുടെ 15(2)(1) 36A 36B എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തി ടി വകുപ്പുകൾ പ്രകാരം പിന്നീട് 1995 നിലവിൽ വന്ന വഖഫ് നിയമത്തിലെ 32(2), 51 എന്നീ വകുപ്പുകൾ പ്രകാരവും സംസ്ഥാന വഖഫ് ബോർഡുകളുടെ മുൻകൂർ അനുമതിയോട് ശ്രദ്ധിക്കുക, സംസ്ഥാന വഖഫ് ബോർഡുകളുടെ മുൻകൂർ അനുമതിയോടുകൂടി വഖഫിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വഖഫ് വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത് നിയമവിധേയമാക്കുകയുണ്ടായി. അത്തരത്തിൽ വിൽപ്പന നടത്തി ലഭിക്കുന്ന വരുമാനം വഖഫിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതാണെന്ന വ്യവസ്ഥ ചെയ്യുകയുണ്ടായി. 1995 നിയമത്തിന് 2013 കൊണ്ടുവന്ന ഭേദഗതിക്ക് ശേഷം ഈ നിയമത്തിലെ 51(1)(a) 104(a) എന്നീ വകുപ്പുകൾ പ്രകാരം അത്തരം കൈമാറ്റങ്ങൾ അനുമതി നൽകാൻ ബോർഡിനും അധികാരമില്ലാത്തതും വഖഫ് സ്വത്തുക്കളുടെ വിൽപ്പന, പണയം, ദാനം, കൈമാറ്റം എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ്. 2013 മുമ്പ് എഴുതപ്പെട്ട 2115/1950 നമ്പർ വഖഫ് ആധാരത്തിൽ മുത്തവല്ലിക്ക് വഖഫ് സ്വത്തിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടുള്ളത് അന്നത്തെ നിയമങ്ങൾ പ്രകാരം നിയമവിധേയമായിരുന്നു. എന്നാൽ അത്തരത്തിൽ വഖഫ് സ്വത്ത് വിൽപ്പന, ദാനം, കൈമാറ്റം എന്നിവ ചെയ്യുന്നതിന് മുമ്പ് വഖഫിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഉറപ്പ്
വരുത്തേണ്ടിയിരുന്നതും 1964 ശേഷമുള്ള അത്തരം ഇടപാടുകൾ ബോർഡിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങേണ്ടതായിരുന്നതുമാണ്. ഇവർ വാങ്ങിയിട്ടില്ല, അനുമതി വാങ്ങിയിട്ടില്ല ആണ്. 1964 2013 ഇടയിൽ ബോർഡിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ വഖഫ് സ്വത്തുകൾ ആരെങ്കിലും വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം വിൽപ്പനയും 2013 ശേഷം നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ ഇടപാടുകളും അസാധുവാണ്. അപ്പോൾ അതായത് 2013 ശേഷം ആർക്കും വിൽക്കാൻ പറ്റില്ല. 1964 2013 ഇടക്ക് വിൽപ്പന നടത്തണമെങ്കിൽ വഖഫ് ബോർഡിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. അതിന് മുൻപായിരുന്നെങ്കിൽ ഇത് സാധുവായിരുന്നു. അതിന് മുമ്പാണെങ്കിലും സിവിൽ കോടതിയിൽ ഇത് വേണമെന്നുണ്ട്. സിവിൽ കോടതിയിൽ ഇതോടുകൂടി വഖഫ് സ്വത്ത് വിൽപ്പന നടത്താൻ പറ്റുള്ളൂ, അനുമതി വേണം. അല്ലാതെ വേറെ ഒറ്റയടിയിൽ വിൽക്കാൻ പറ്റില്ല. മാത്രവുമല്ല ഇത് വഖഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുമായിരിക്കണം. കാരണം ഇത് വെച്ച് ഈ വിൽക്കുന്ന ഇത് വെച്ച് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഇത് ഗുണഭോക്താക്കൾക്ക് മെച്ചപ്പെടുന്ന ഒരു സംവിധാനം കിട്ടണം. അപ്പൊ അതായത് ക്രയവിക്രയ സ്വാതന്ത്ര്യം ഈ മുനമ്പം ഭൂമിയെ സംബന്ധിച്ച് നൽകിയത് ആ കാലത്ത് നിയമപരമായിരുന്നു എന്നല്ലേ അർത്ഥം? അല്ല, കാരണം നിയമപരമാകണമെങ്കിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യം നേരത്തെ ഉണ്ടായി, അതായത് ഈ മുനമ്പം ഭൂമിയെ സംബന്ധിച്ച് ക്രയവിക്രയ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് നിയമപരമായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ വരുന്നത്. അല്ല, ക്രയവിക്രയ സ്വാതന്ത്ര്യം ഇതിൽ എഴുതി. കാരണം ക്രയവിക്രയ സ്വാതന്ത്ര്യം ചെയ്യപ്പെടുമെങ്കിൽ ബോർഡിന്റെ അനുമതിയോടുകൂടിയ ക്രയവിക്രയ സ്വാതന്ത്ര്യം. അല്ല, അത് പിന്നീടുള്ള വ്യവസ്ഥ. ഞാൻ പറയുന്നത് അതിന് മുൻപ് പ്രശ്നമായിരുന്നില്ല. ആ സമയത്ത് വിൽപ്പന നടന്നിട്ടില്ലല്ലോ. വിൽപ്പന നടന്നിട്ടില്ല. അപ്പൊ അതിന് മുൻപ്, അതായത് ക്രയവിക്രയ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളത് നിയമപരമാണെന്നുള്ള അർത്ഥം. നിയമപരമാണ്. അത് മാത്രമല്ല അന്ന് ഒരു വ്യക്തമാക്കപ്പെട്ട ഒരു വഖഫ് നിയമം ഇല്ല. 1954 വഖഫ് നിയമം ഇന്ത്യയിൽ വരുന്നത്. അതിക്ക് മുമ്പ് 1950 ഇത് എഴുതപ്പെട്ടേക്കണേ. ഇനി അതിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെ വഖഫിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും രേഖാപരമായ കാര്യങ്ങൾ ഈ ആധാരത്തിൽ അല്ലെങ്കിൽ പ്രമാണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അസാധുവാകുകയും വഖഫ് നിലനിൽക്കുകയും ചെയ്യുമെന്ന് ഈ ഇതിലുണ്ട്. ക്ലിയർ കട്ടാണ്, ഇതില്ല. അപ്പൊ ഇനി അടുത്തൊരു ആരോപണം കൂടി പറയാം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, നാലാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ഫാറൂഖ് കോളേജ് ഏതെങ്കിലും കാരണവശാൽ പൂട്ടിപ്പോവുകയാണെങ്കിൽ വസ്തു തിരിച്ച് സേട്ടുവിൻ്റെ അനന്തരാവകാശികൾക്ക് കൂടി കിട്ടണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് വഖഫ് അല്ല എന്നാണ്. കാരണം തിരിച്ചു കിട്ടുന്നത് വഖഫല്ല. മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് വഖഫിൻ്റെ പരിധിക്കും നിർവചനത്തിനും പുറത്താണ് എന്നാണ് അദ്ദേഹം പറയുന്ന അവസാനമായി പറഞ്ഞ പ്രധാനപ്പെട്ട വാദം. വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട വാദം. ഇവരുടെ ഒരു മറുപടി ഞാൻ പറയാം. അതിക്ക് മുമ്പ് പറയാം, ഇത് ശരിയത്ത് നിയമപ്രകാരമുള്ള വിഷയത്തിലാണ് ഈ ആര് കയറി മറുപടി പറഞ്ഞേക്കണം, ജയശങ്കർ കയറി പറഞ്ഞു. അതെ, ഈ കേസ് നടക്കുന്നത് ശരിയത്ത് നിയമപ്രകാരമാണോ? അതെ അതെ, അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ കേസ് നടക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരമാണ്. ഇന്ത്യയിലെ സിവിൽ നിയമപ്രകാരമുള്ള കേസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശരിയത്തിന് മറ്റത് മുസ്ലിം കർമ്മശാസ്ത്രപരമായി പല അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പം കേരളത്തിലെ സംബന്ധിച്ചോളം 3 or 4 കർമ്മശാസ്ത്ര ഇതുകളുണ്ട്. ഈ കർമ്മശാസ്ത്രപരമായിട്ട് അതിൽ ഇതുകളുണ്ട്. കാരണം അത് മതപരമായ വിഷയമാണ്, അത് ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെയല്ലല്ലോ ഇവിടെ തർക്കം നടക്കുന്നത്. ഇവിടെ കോടതിയിൽ 63 പറവൂർ കോടതിയിലായാലും 75 മറ്റേ ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലായാലും ഇപ്പം ട്രൈബ്യൂണലിലായാലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസും ശരീഅത്ത് നിയമത്തിലല്ലല്ലോ കേസ് നടക്കുന്നത്. കേസ് നടക്കുന്നത് ഇന്ത്യൻ നിയമത്തിലാണ്. അപ്പം ഇന്ത്യൻ നിയമത്തിൽ നിന്നുകൊണ്ട് ശരീഅത്തിൻ്റെ വിഷയം പറയുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വല്ല വെഡിത്തമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മറ്റേ ഈ പറഞ്ഞ വിഷയത്തിൽ ഇവരുടെ മറുപടിയോട് പറഞ്ഞുതരാം. മേൽ വിഷയത്തിൽ ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി വഖഫ് ഭൂമിയുടെ മുത്തവല്ലി മാത്രമാണ്, കൈകാര്യകർത്താവ്. വഖഫ് ചെയ്യപ്പെട്ടതോടെ ഭൂമിയുടെ കൈകാര്യകർത്തൃത്വം മാത്രം വ്യക്തികളിൽ നിലനിൽക്കുന്നതും ഉടമസ്ഥാവകാശം ദൈവത്തിലേക്ക് പോകുന്നത്. അത് കൈകാര്യകർത്തൃത്വം മാത്രം ആരിലും ഉള്ളൂ, കസ്റ്റോഡിയൻ. അതായത് ഫാറൂഖ് കോളേജ് അതിൻ്റെ മുത്തവല്ലി കൈകാര്യകർത്തൃത്വമുള്ളൂ. 1950 ഭൂമി വഖഫ് ചെയ്യപ്പെടുമ്പോൾ നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമങ്ങളിൽ ഒരു വഖഫ് സ്വത്തിൻ്റെ ഗുണഭോക്താക്കൾ ഏതെങ്കിലും കാലത്ത് നിലവിലില്ലാതെ വരികയും വഖഫ് സ്വത്തുകൾ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം സ്വത്തുകൾ എന്ത് ചെയ്യണമെന്ന കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ നിയമവ്യവസ്ഥ നിലവിലുണ്ടായിരുന്നില്ല. അത്തരം സാഹചര്യത്തിൽ വഖഫ് സ്വത്ത് എന്ത് ചെയ്യണമെന്ന് വഖഫ് പ്രമാണത്തിൽ തന്നെ നിർദ്ദേശങ്ങൾ എഴുതി വെക്കുന്നത് തികച്ചും നിയമവിധേയമാണ്. നിലവിലും ഇത്തരം നിർദ്ദേശങ്ങൾ നൽകാൻ വാക്കിഫിന്, അതായത് വഖഫ് ചെയ്യുന്ന ആൾക്ക് അധികാരമുണ്ട്. അടുത്തത് 1950 നിലവിൽ വന്ന വഖഫ് നിയമത്തിലെ 15(2)(e)
വകുപ്പുകളിൽ 1995 നിലവിൽ വന്ന വഖഫ് നിയമത്തിലെ 39-ാം വകുപ്പിലും ഇത്തരം അനിശ്ചിതത്വം മറികടക്കുന്നതിൻ്റെ വ്യവസ്ഥകൾ പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതുണ്ട് 2115/1950 നമ്പർ ആധാരത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം എന്തെങ്കിലും കോളേജ് നടപ്പിൽ ഇല്ലാതെ വരികയും വഖഫ് സ്വത്ത് ശേഷിക്കുകയുമാണെങ്കിൽ വാക്കിഫിനോ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർക്കോ ഭൂമി തിരിച്ചെടുക്കാവുന്നതാണ് എന്നെങ്കിലും ഇത്തരത്തിൽ ഭൂമി തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് മുഖേന ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവരിലേക്ക് വന്നു ചേരുകയില്ല, മറിച്ച് വഖഫ് ഭൂമിയുടെ മുത്തവല്ലി സ്ഥാനം മാത്രമാണ് അവരിലേക്ക് മാറുന്നത്. ഈ ഭൂമിയുടെ ഇതിൽ അവർക്ക് വരില്ല. മേൽക്കാരണങ്ങളാൽ ആധാരത്തിലെ ഡി വ്യവസ്ഥകൾ നിയമങ്ങൾക്ക് വിരുദ്ധമല്ല. അപ്പോൾ അതായത് ഫാറൂഖ് കോളേജ് ഈ ഭൂമിയുടെ മുതവലിയായിരുന്നു. അപ്പോൾ ഫാറൂഖ് കോളേജ് ഏതെങ്കിലും കാരണവശാൽ ഇല്ലാതായി പോവുകയാണെങ്കിൽ ഈ മുതവല്ലി സ്ഥാനം വീണ്ടും പഴയ ഈ വഖഫ് ചെയ്ത ആൾക്ക് പിന്തുടർച്ചയിലേക്ക് പോകും. അത് നിയമപരമാണ്. പഴയ വ്യവസ്ഥയിൽ ഈ പഴയ ആളുകൾക്ക് പോകുന്നതിൽ പ്രശ്നമില്ലായിരുന്നു ഈ നിയമം വരുന്നതിന് മുമ്പ്. അന്ന് വഖഫ് ബോർഡ് സംവിധാനമില്ല. ഇപ്പൊ സംവിധാനം വന്നിട്ടുണ്ട്. ഒരു തർക്കമോ വിഷയമോ വന്നാൽ അതിൽ ഇടപെടാൻ പറ്റിയ ഒരു അതോറിറ്റി എന്തുണ്ട്, ഒരു അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു അതോറിറ്റി. അപ്പൊ അവർക്ക് തീരുമാനിക്കോ ഇവരുടെ ഇതിലേക്ക് കൊടുക്കണോ അല്ലെ വേറെ ആളുകളിലേക്ക് കൊടുക്കണോ. വഖഫ് അല്ലാതെ ആവുകയില്ല. ഇനി വേറൊരു വിഷയം കൂടി പറഞ്ഞു, അതിൽ കോളേജ് ഇല്ലാതാവുകയും ചെയ്താലെന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഇപ്പം നമ്മൾ മുൻപത്തുകാർ ഇപ്പോൾ ഞാനിപ്പോൾ പറയാമോ ഇതിലെ അതായത് ഫറൂഖ് കോളേജിന് ഇപ്പം 59 ഏക്കർ ഭൂമിയുണ്ട്. അതിൽ 24 ഏക്കർ 20 സെൻറ്റ് ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്, വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വഖഫായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത് കോഴിക്കോട് ഫറൂഖ് കോളേജിൻ്റെ ക്യാമ്പസിലുള്ള സ്ഥലം. ഈ മുനമ്പത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒന്നുകിൽ അവർ സ്വയം വിഡ്ഢികളാണ്, അല്ലെങ്കിൽ അവരെ ആരോ വിഡ്ഢികളാക്കുന്നു, ഇതുമല്ലെങ്കിൽ അവർ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കിയാണ്. ഈ മൂന്നിലൊരു സംഭവം മുനമ്പത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവർക്ക് അവരെ വഖഫാധാരത്തിൽ നിന്ന് ദാനാധാരമാണെന്ന് പറഞ്ഞ് ഒരു ആധാരം അവർക്ക് ചെയ്തു കൊടുക്കുന്നു. ഒരാൾക്ക് രണ്ടാൾക്കല്ല, ഒരുപാട് ആളുകൾക്ക് വഞ്ചനാപരമായ രീതിയിലും ആധാരം നിലനിൽക്കാത്ത രീതിയിലുമാണ് ആധാരം ചെയ്തു കൊടുക്കുന്നത്. ഇതിനെതിരെ ഒരു കേസ് ഇവർ പോയിട്ടില്ല. ഇവർ കേസ് അതായത് ഇവർ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ വഖഫ് സ്വത്ത് തിരിച്ചെടുക്കാൻ പറ്റൂല. വഖഫായി രജിസ്റ്റർ ചെയ്യപ്പെട്ട 24 ഏക്കർ 20 സെന്റ് ഭൂമി തിരിച്ചെടുക്കാൻ പറ്റും. ബാക്കി അവരുടെ സ്വത്ത് പിടിക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. ഫാറൂഖ് കോളേജിന്റെ സ്വത്ത് പിടിക്കണവര്. കാരണം ഇവരോട് നമ്മളൊരു ആധാരം ചെയ്യുമ്പോൾ നമ്മൾ ആധാരത്തിൽ എഴുതുന്നതെന്നാ, ഞാൻ ഈ ചെയ്തു തരുന്ന ആധാരത്തിന് വേറെ ബുദ്ധിമുട്ടുകളോ നിയമപരമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ എൻ്റെ ബാക്കി സ്വത്തിൽ എന്തായിരിക്കും ജാമ്യമായിരിക്കും. ഇത് ആധാരത്തിൻ്റെ നിയമവ്യവസ്ഥയാണ്. നമ്മളൊക്കെ എഴുതപ്പെടുത്തി ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും നാം ചെയ്തു കൊടുക്കുന്ന, ഞാനൊരു ആധാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിൽ ഫേക്കോ അല്ലെങ്കിൽ അവരെ വഞ്ചിക്കുന്ന വിഷയം ഉണ്ടെങ്കിൽ കോടതിയിൽ പോയാൽ എൻ്റെ ബാക്കി സ്വത്തുമ്മ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ ഈ 24 ഏക്കർ 20 സെന്റ് വെച്ചിട്ട് ബാക്കി ഭൂമിയിൽ ഇവർ അറ്റാച്ച് ചെയ്യിക്കണമെന്ന് നമ്മൾ പറയണം. ഇവരുടെ ഒപ്പം നമ്മൾ നോക്കും. അങ്ങനെ വന്നാൽ കോളേജ് തീർന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവണം, ഈ ഭൂമി തിരിച്ചു വരണം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവർ സംഭവിക്കുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കോളേജ് നിലനിൽക്കുന്നിടത്തോളം കാലം എന്തുണ്ടാവണം, ഈ ഭൂമി അവിടെ നിലനിൽക്കണം.